എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ വളരെ മനോഹരമായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. ഇത് കൂട്ടപ്പെട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലയ്ക്കകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡുകളിലൊന്നാണ് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൻ്റെ സ്ഥിതി തന്നെ നിങ്ങൾക്കറിയാം. അത് ഓരോന്ന് അടർന്നു വീണ് ഇടയ്ക്കിടയ്ക്ക് പാച്ച് വർക്ക് കിടന്നു. അതൊക്കെ ഒരു വശത്തോളം കിടക്കണം. പക്ഷേ കംഫർട്ട് സ്റ്റേഷൻ ഇപ്പോൾ ഇത് താഴ്ത്ത് കിടക്കുകയാണ്. ഒരാൾ ഒന്ന് യൂറിൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ഇടപെടണം, എങ്ങോട്ട് പോകും? ഇവിടെ വേറെ ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് വേറെ എവിടേക്കെങ്കിലും പോകാൻ സാധിക്കുമോ? ഇത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഈ കരാറുകാരൻ ചെയ്തേക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ അപ്പുറത്തൊരു കിണറിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി തന്നെ നഗരസഭയെ അറിയിച്ച് ആ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. ഇതിങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇത് പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾ, ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് വരുന്ന ആളുകൾ പ്രാഥമിക ആവശ്യങ്ങൾ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. വളരെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ഒരു ഇടമില്ലാത്ത സ്ഥിതിയിലേക്ക് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഇടം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വാർഡ് കൗൺസിലർ വിജയ് ജോജി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ യാത്രികർ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ചാലക്കുടി ബസ് സ്റ്റാൻഡിലെ ഒരു കംഫർട്ട് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ തന്നെ പറയാൻ പറ്റില്ല. ചാലക്കുടി പട്ടണത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന കംഫർട്ട് സ്റ്റേഷൻ ഈ കാണുന്ന ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കംഫർട്ട് സ്റ്റേഷനിൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിരപ്പള്ളി മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരുന്ന 100 കണക്കിന് ആൾക്കാർ ദിനംപ്രതി ഉപയോഗിക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതിലൂടെ ബസ് തൊഴിലാളികളുണ്ട്. 100 കണക്കിന്, ഏകദേശം 164 ബസ് ഉണ്ട്. അതിൽ ഓരോ ബസ്സിലും 2 പേരെ വെച്ച് കൂട്ടിയാൽ പോലും 300-ലധികം ബസ് തൊഴിലാളികളുണ്ട്. ഇവിടെ ചാലക്കുടിയിലെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനമാണ് നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ സ്ത്രീകളടക്കം നിരവധി പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു കംഫർട്ട് സ്റ്റേഷൻ മാത്രമേ ഉള്ളത്. ആ കംഫർട്ട് സ്റ്റേഷനാണ് ഇപ്പം ഇന്ന് അടഞ്ഞിടക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് പിന്നിലൊരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസത്തിൽ ആ വെള്ളം കലങ്ങി കിടക്കാന്ന് വെച്ചാൽ ഇത് പണ്ട് പാടമായിരുന്നു. അതിപ്പോൾ ഈ ഒരു കിണർ മാത്രമല്ല, ഈ സമീപപ്രദേശത്തുള്ള കിണറുകളെല്ലാം ഈ മാസം ഉണ്ടെങ്കിൽ ഈ 3 മാസം ഉണ്ടെങ്കിൽ വെള്ളം വളരെ മോശമായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട പ്രതിവിധിയുണ്ട്. ഇത് ചാലക്കുടി നഗരസഭയെ ഈ കരാറെടുത്തിരിക്കുന്ന ആൾക്കാർ ചാലക്കുടി നഗരസഭയെ വിവരം അറിയിക്കണം. ചാലക്കുടി നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിലോ ചാലക്കുടി നഗരസഭ ചെയർമാനെയോ ഈ വിവരം അറിയിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. ഞാൻ ചാലക്കുടി നഗരസഭ ചെയർമാനായിട്ട് സംസാരിച്ചു. ചെയർമാൻ വിവരം അറിഞ്ഞിട്ടില്ല. ഹെൽത്ത് വിഭാഗത്തിൽ ചോദിച്ചു, ഹെൽത്ത് വിഭാഗത്തിലും വിവരം അറിയിച്ചിട്ടില്ല. അവർ 2 പോം വഴിയാണ് ഇതിനുള്ളത്. ഇങ്ങനെ ഈ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ നഗരസഭയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നഗരസഭ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചു കൊടുക്കും. ഈ സാധനം പ്രവർത്തിപ്പിക്കാൻ പറ്റും. ചാലക്കുടി നഗരസഭയ്ക്ക് ടാങ്കർ ലോറിയുണ്ട്, വെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതല്ല എങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കുടിവെള്ള കണക്ഷൻ കൊടുക്കാനുള്ള പദ്ധതി നഗരസഭയിലുണ്ട്. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 രൂപ ചെലവില്ലാതെ ചാലക്കുടി നഗരസഭ അതിലുള്ള മുഴുവൻ പേർക്കും അമൃത് പദ്ധതി പ്രകാരം വാട്ടർ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി അപേക്ഷകരില്ലാതെ ഇനിയും ഇരിക്കുന്നതിൻ്റെ പേരിൽ ഇനിയും അതിൻ്റെ ഫണ്ട് ബാക്കി കിടക്കുകയാണ്. ഒരു വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം 2 മാസത്തേക്ക് മാത്രമേ അതിൻ്റെ വിഷയമുള്ളൂ. അതായത് ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തെ വിഷയം ഇവിടെ വന്നുള്ളൂ. ആ 3 മാസം വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ വെള്ളത്തിൻ്റെ വിഷയം ഒരാളടുത്തും പറയാതെ ഈ കരാറുകാരൻ തൻ്റെ അടുത്തോടി ഈ സാധനം പൂട്ടി വീട്ടിൽ പോയിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിരവധി പേരാണ് മൂത്രമൊഴിക്കാനായിട്ടൊക്കെ ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചേട്ടനൊക്കെ മൂത്രമൊഴിക്കാൻ വന്നായിരിക്കണം. ഒരു മിനിറ്റ് കേട്ടോ. മൂത്രമൊഴിക്കാനായിട്ട് മുട്ടിട്ട് ഓടി വന്നതാ. പിന്നെ ഇവിടെ പൂട്ടിയിട്ടാണ്. എന്താ ചെയ്യുക? ഇങ്ങനെ പൊതു സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. അതോടൊപ്പം തന്നെ ഇതിൽ വേറൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ചാലക്കുടി നഗരസഭ പൂർണ്ണമായ രീതിയിൽ വെളിയുടെ നിർമ്മാർജ്ജന സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചാണ് സ്ഥലമാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും മൂത്രമൊഴിക്കുന്നത് ഈ വടിയേരിയയിൽ നിന്നിട്ടാണ്. ഇവിടെ നിന്നിട്ടാണ് ആൾക്കാരെ ഓരോരുത്തരും മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല, പൊതുസ്ഥലത്ത് ഒഴിക്കാൻ പാടില്ല, അപ്പിടാൻ പാടില്ല എന്നൊക്കെ നിയമം നിലനിൽക്കുമ്പോൾ നിവൃത്തിയോടുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പം ഇതിൻ്റെ ബാക്കിലേക്കായിട്ടൊക്കെ സ്വന്തം ഈ കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥിതി നിൽക്കുന്നത്. ഞാൻ പ്രസ് ക്ലബിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പോഴാണ് ഞാൻ ഈ സംഗതി അറിയുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. പ്രധാനപ്പെട്ട ചാലക്കുടിയിലെ ഒരു ഐക്കണായിട്ടുള്ള ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഈ കംഫർട്ട് സ്റ്റേഷൻ ഇത് പൂട്ടിക്കിടക്കുകയാണ്. ഇത് ഉടനെ തന്നെ തുറക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടണം. കരാറുകാരൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നഗരസഭയിൽ അറിയിച്ച് വേണ്ടത്ര നടപടിക്രമങ്ങളിലേക്ക് മാറണം. നഗരസഭ ഇതിന് ഈ വേണ്ടത്ര ഇടപെടൽ നടത്തി ഈ പ്രശ്നം പരിഹരിച്ച് കംഫർട്ട് സ്റ്റേഷൻ തുറക്കാനായിട്ടുള്ള കാര്യമാണ്. കാരണം വിശേഷ ദിവസങ്ങളാണ് വരുന്നത്. ഇത് വളരെ ജനങ്ങൾക്കും യാത്രികർക്കും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ചാലക്കുടി പട്ടണത്തിലേക്ക് പുറത്തുനിന്നൊരു യാത്രികൻ കടന്നു വരുമ്പോൾ ഒരു പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി കംഫർട്ട് സ്റ്റേഷൻ അന്വേഷിച്ച് എങ്ങോട്ട് പോകുന്ന അന്തിച്ചേക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇവിടെ എല്ലാവർക്കും ഒരു അപമാനകരമാണ്. ഈ വിഷയത്തിൽ സത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.